എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുത്തന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. ഇതാ ഞാനൊരു പകുതി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഭാഗം ലേശം കെട്ട പോലെയെല്ലാം കാണുന്നുണ്ട്, പക്ഷെ കെട്ടതൊന്നുമല്ല, അതൊരു തഞ്ഞതാറ്റ. അപ്പോൾ അത് നല്ലോണം ആ കൂഞ്ഞെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് തോല് ചെത്തി നമുക്ക് മുറിച്ചിട്ട് എടുക്കാം. ചക്കേൻ്റെ സീസൺ കഴിഞ്ഞു പോയതുകൊണ്ട് ഭയങ്കര വിഷമമാണ് എനിക്ക്. അപ്പോൾ ഒരു ചക്കപ്പുഴുക്ക് തിന്നുന്നൊരു ടേസ്റ്റിൽ ഇതൊന്നങ്ങ് തിന്നാന്ന് വെച്ച് അങ്ങനെ ഇതിനോട് ഇറങ്ങിയത്. അപ്പോൾ അതാ നല്ല നീളത്തിൽ മുറിച്ചിട്ടെടുത്താൽ പെട്ടെന്ന് നല്ല അങ്ങനെ എന്താ പറയണ്ട വെണ്ണ പോലെ ഉണ്ടാവും ഈ കഷ്ണം ഓരോന്നെടുത്ത് വായിലിടുമ്പോൾ. അപ്പോൾ അതാ നമുക്കൊരു ചട്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കഴുകി എടുത്തിട്ട് കാണിച്ചു തരാം. കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പും ഒരു ടേബിൾ സ്പൂണും ഒരു 3/4 കപ്പൊന്നും വേണ്ട വെള്ളം, അത്രയേ വേണ്ടൂ. ഇത് അത്ര കഷ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ അതാ ഇത് ഇനി ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് കുലുക്കിയിട്ടിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കാം. കുലുക്കിയിട്ടിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഞാനിന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അതാർന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും പിന്നെ കുറച്ച് ഉള്ളിയും മുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചതുക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തത്. എൻ്റെ കയ്യിൽ വലിയ ഉള്ളി ആയതുകൊണ്ടാണ്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ പിന്നെ മുളക് എരിവിന് പച്ചമുളക് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഒരു 4-5-6 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സി ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഉള്ളി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണേ, എന്നാൽ പെട്ടെന്ന്, ഇല്ലെങ്കിൽ പൊടിയാൻ പാടായിരിക്കൂലേ. അപ്പോൾ അതാ എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ഞാൻ പച്ചമുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഓരോരു ഭാഗത്ത് പോയി നിൽക്കും. അതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം. അതിൽ മുന്നേ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. ജീരകവും കൂടി ഇട്ടാൽ നല്ല ഒരു അടിപൊളി മണമായിരിക്കും. അപ്പോൾ അതാ കണ്ടോ, ഒന്ന് പൊടിഞ്ഞിട്ടേ ഉള്ളൂ, അങ്ങനെ മതി. ഇനി നമുക്ക് നമ്മളെ ചക്ക എന്തായി എന്നൊന്ന് നോക്കാമല്ലോ. കണ്ടോ, ഇത് ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുലുക്കിയിട്ട് കൊടുക്കാം. വെള്ളം വറ്റി അടിയിൽ അങ്ങ് വെള്ളം വറ്റിപ്പോണ്ട. അപ്പോൾ അതാ വെള്ളം കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഈ അരപ്പ് നമുക്കൊന്ന് നല്ലോണം ചിക്കി പരത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വെന്താൽ മതി. 3 മിനിറ്റ് ആകുമ്പോഴേക്ക് കണ്ടോ വെള്ളമെല്ലാം നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇളക്കി ചേർത്ത് സ്റ്റൗ ഓഫാക്കിയ. ഇനി നമുക്ക് അവസാനത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ബാക്കിയുണ്ട്. വെളിച്ചെണ്ണ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് ഇളക്കിയെടുത്തിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റേ വേണ്ടു. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ എന്തൊരു മണമായിരിക്കും എന്നറിയാം. ഇതുപോലെ നിങ്ങൾക്ക് പച്ചക്കായി ചക്കക്കുരു എല്ലാം ഉണ്ടാക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ചേന എല്ലാം അടിപൊളിയാണ്. അപ്പോൾ അതാ ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ചക്കപ്പുഴുക്ക് റെഡി. അപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.